ദൈവദാസന്മാർക്ക് ദൈവമക്കൾക്കും ഭവനത്തിനും ദൈവനാമത്തിൽ നന്ദി വന്ദനവും അറിയിക്കുന്നു. എസ്തേറിന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 13-ാമത് വാക്യം. രാജാവിന്റെ വാതിൽക്കൽ ഇരിക്കുന്നത് കാണുന്നിടത്തോളം ഇതൊന്നും കൊണ്ട് എനിക്ക് ഒരു തൃപ്തിയുമില്ല എന്ന് ഹാമാൻ പറഞ്ഞു. ഇതൊക്കെ ഉണ്ടെങ്കിലും മൊർദെഖായി രാജാവിന്റെ പടിവാതിൽക്കൽ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് കാണുന്നിടത്തോളം എനിക്ക് തൃപ്തി വരുന്നില്ല. അഹശ്വേരോശ് രാജാവ് ഹാമാന് സ്ഥാനക്കയറ്റം നൽകി, പ്രഭുക്കന്മാർക്ക് മുകളിൽ ഇരിപ്പിടം നൽകി. എസ്തേറിന്റെ വിരുന്നിൽ അഹശ്വേരോശ് രാജാവ് കഴിഞ്ഞാൽ 2-ാം സ്ഥാനക്കാരനായി ആ വിരുന്നിന് അവസരം നൽകി. ഇതൊക്കെ ഹാമാന് ലഭിച്ചിട്ടും ആ മൊർദെഖായി എന്ന് പറയുന്ന മനുഷ്യൻ ആ പടിവാതിൽക്കൽ ഇരിക്കുന്നത് കാണുന്നിടത്തോളം ഹാമാന് സന്തോഷിക്കാൻ കഴിയുന്നില്ല. പിശാചിന് അവന്റെ തന്ത്രങ്ങളെക്കാളും അവന്റെ സാമ്രാജ്യത്തെക്കാളും അവന്റെ ശ്രേഷ്ഠതയെക്കാളും വലുതായി അവൻ കാണുന്നത് ആരാധിക്കുന്നവൻ അവന്റെ കാൽച്ചുവട്ടിൽ വരുന്നതാണ്, പ്രാർത്ഥിക്കുന്നവൻ എപ്പോഴും അവന്റെ കാൽച്ചുവട്ടിൽ വരുന്നതാണ്. പിശാചിന്റെ ഏറ്റവും ആഗ്രഹവും അവന്റെ ഇഷ്ടവും പിശാചിന്റെ കാൽച്ചുവട്ടിൽ നാം എത്തണം എന്നുള്ളതാണ്. എന്താ ഇതിന്റെ പശ്ചാത്തലം? അഹശ്വേരോശ് രാജാവ് രാജ്യം ഭരിച്ചു കൊണ്ടുവരുന്നതിൽ ഒരു ദിവസം തന്റെ പ്രഭുക്കന്മാരെ തന്റെ രാജ്ഞിയായ വസ്തിയുടെ സൗന്ദര്യം കാണിക്കാൻ വേണ്ടി ക്ഷണിച്ചു. പക്ഷേ ആ ക്ഷണനം അഹശ്വേരോശിൽ നിന്ന് വസ്തി നിരസിച്ചു. അഹശ്വേരോശിന് കോപമായി പോയി. ഞാൻ പറഞ്ഞിട്ട് അനുസരിച്ചില്ലല്ലോ, എന്റെ പ്രഭുക്കന്മാരുടെ മുൻപിൽ എനിക്ക് നാണക്കേടായല്ലോ, ഇനിയിപ്പം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വരുന്ന പറച്ചിൽ ഞാൻ എന്തിനാ നിങ്ങളെ അനുസരിക്കുന്നത്? നമ്മുടെ രാജ്യം ഭരിക്കുന്ന അഹശ്വേരോശ് രാജാവിനെ വസ്തി അനുസരിക്കുന്നില്ല, ഞാൻ പിന്നെ നിങ്ങളെ അനുസരിക്കണം. ഈ ചിന്ത രാജ്യത്താകെ വരും എന്ന ഭീതി ഉണ്ടായപ്പോ അവളെ ആ സ്ഥാനത്തു നിന്ന് നീക്കുന്നതിലൂടെ കുടുംബജീവിതത്തിൽ ഒരു പേടി രാജ്യത്തുണ്ടാകും എന്ന് പ്രഭുക്കന്മാർക്കിടയിൽ ഒരു ചിന്ത വന്നു. അവളെ നീക്കിയാൽ പേടി വരും, അനുസരിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. ഈ നീക്കം വന്നു കഴിഞ്ഞാൽ അത് ശിക്ഷയായി കൊടുക്കാൻ പറ്റും. വസ്തിയെ ആ സ്ഥാനത്ത് നിന്ന് നീക്കി പകരം രാജാവിനെ സന്തോഷിപ്പിക്കാൻ ഏറ്റവും സൗന്ദര്യമുള്ള, സാമർഥ്യമുള്ള, മിടുക്കുള്ള ഒരുവളെ കൊണ്ടുവരാനുള്ള തീരുമാനമെത്തിയപ്പോൾ മൊർദെഖായി ആ കൊട്ടാരത്തിലേക്ക് എസ്തേറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതാണ് എസ്തേറിന്റെ പുസ്തകം. എസ്തേറിനെ കൊട്ടാരത്തിലേക്ക് മൊർദെഖായി കൊണ്ടുവരുമ്പോ ആദ്യമായി മൊർദെഖായി എസ്തേറിന് കൊടുക്കുന്ന ഉപദേശം, നീ രാജ്ഞിയായി മാറുമ്പോൾ, നീ ആ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിന്റെ ജാതി ഏതാണെന്നും നിന്റെ കുലം ഏതാണെന്നും നീ ആരാണെന്നും വല്ലാതെ വെളിപ്പെടുത്തേണ്ട. നീ ആ സമയത്ത് മൗനമായിരിക്കണം. ദൈവമായിട്ട് നിന്നെ വെളിപ്പെടുത്തുന്ന ഒരു സമയം വരും. ആ സമയം വരെ നീ മൗനമായിരിക്കണം. എന്ന് വെച്ചാൽ നീ സംസാരിക്കേണ്ട കാര്യമില്ല, നീ നിന്നെ വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. ചില ഇടങ്ങളിൽ നീ മൗനമായിരിക്കണം, ചില ഇടങ്ങളിൽ നീ നിശബ്ദത പാലിക്കണം. ദൈവം നിന്നെ വെളിപ്പെടുത്തുന്ന സമയം വരും, ദൈവം നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള സമയം വരും. ആ സമയത്ത് ദൈവമായി വെളിപ്പെടുത്തുമ്പോൾ നിനക്കൊരു മാന്യത കൊട്ടാരത്തിനകത്തുണ്ടാകും. നീ ആരാണെന്നോ, ഞാൻ ആരാധിക്കുന്നതാണെന്നോ, ഞാൻ ദൈവത്തെ സേവിക്കുന്നതാണെന്നോ, ഞാൻ ഇന്നടത്തു നിന്ന് വന്നതാണെന്നോ വല്ലാതെ വിശദീകരിക്കരുത്. അവിടെ ഒക്കെ നീ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് മൗനം പാലിച്ചോണം. കാരണം ദൈവം നിന്നെ വെളിപ്പെടുത്തുന്നതിന് മുൻപ് നീ എന്തെങ്കിലും ഒന്ന് ചാടിക്കേറി പറഞ്ഞു പോയാൽ നിനക്ക് അതിനകത്ത് പ്രതിസന്ധി ഉണ്ടാകും. അതുവരെ നീ മൗനം പാലിക്കും, നിശബ്ദത പാലിക്കും. അങ്ങനെ വസ്തിയുടെ സ്ഥാനം തെറിച്ചതിന് ശേഷം എസ്തേർ ആ സ്ഥാനത്തേക്ക് വരികയാണ്. എസ്തേർ ആ സ്ഥാനത്തേക്ക് വന്നിട്ട് ആ സ്ഥാനത്ത് ഭരിച്ചുകൊണ്ട് വരുമ്പോ എസ്തേറിനെ മൊർദെഖായി ഒരു കാര്യം അറിയിക്കുക. മൊർദെഖായി അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ അഹശ്വേരോശ് രാജാവിനെ കയ്യേറ്റം ചെയ്യാൻ രണ്ടുപേർ തീരുമാനിക്കുന്നതായി മൊർദെഖായിയുടെ മനസ്സിൽ അറിവ് കിട്ടിയിട്ട്
അത് എസ്തേറിനെ അറിയിച്ചു. രാജാവിനെ കയ്യേറ്റം ചെയ്യാൻ, രാജാവിനോട് അത് പറയാൻ വേണ്ടി, രാജാവിനെ കയ്യേറ്റം ചെയ്ത് ഉപദ്രവിക്കാൻ വേണ്ടി രണ്ടുപേര് ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമിക്കുന്ന കാര്യം എന്റെ മനസ്സിൽ വന്നിട്ടുണ്ട്, അത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നീ അത് രാജാവിനെ അറിയിക്കണമെന്ന് എസ്തേറിനോട് പറഞ്ഞു. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എസ്തേർ മൊർദെഖായിയുടെ നാമത്തിൽ അത് അഹശ്വേരോശിനെ അറിയിച്ചു. അതെന്താ അങ്ങനെ മൊർദെഖായിയുടെ നാമത്തിൽ? ആ പറഞ്ഞത് ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞ് സ്ഥാനത്തെത്തിച്ചില്ല. അപ്പൊ പുള്ളി പഠിപ്പുരെ തന്നെ ഇരിക്കട്ടെ. പുള്ളി പറഞ്ഞത് എന്റേതായിട്ടെന്ന് പറഞ്ഞാല് എനിക്കൊരു സ്ഥാനക്കയറ്റം ഇരിക്കുന്നിടത്ത് പിന്നെ ഉണ്ടാകുമല്ലോ. ആ വ്യക്തിയെ ഞാനായിട്ട് എന്തിനാ ഉയർത്തുന്നേ, ആ വ്യക്തിയെ ഞാനായിട്ട് എന്തിനാ കൈപിടിച്ച് കയറ്റുന്നേ എന്ന് ചിന്തിച്ച് തന്റേതായ നിലയായിട്ട് താൻ കണ്ടതായിട്ട് പറഞ്ഞില്ല. മനസ്സിലാവുന്നവർക്ക് ആ ദൈവത്തിന് സ്തോത്രം. എസ്തേർ മൊർദെഖായിയുടെ നാമത്തിൽ നിന്ന് പറയുമ്പോ ഞാൻ കണ്ടതാണെന്ന് പറഞ്ഞ് എസ്തേർ അത് പറഞ്ഞില്ല. എന്റെ വളർത്തച്ഛനാണ് ഇത് കണ്ടത്, അദ്ദേഹമാണ് ഇതിന്റെ സാഹചര്യം ഉണ്ടായത്. ഈ രക്ഷപ്പെടുത്തലിന്റെ മുഴുവൻ ക്രെഡിറ്റും പോകേണ്ടത് മൊർദെഖായിക്കാണെന്ന നിലയിൽ അത് രാജാവിനെ അറിയിച്ചു. എന്ന് വെച്ചാൽ നാം മറ്റൊരാളുടെ മഹത്വത്തിന് നാം തടസ്സമാകരുത്. മറ്റൊരാൾക്ക് വരേണ്ട മഹത്വത്തിലേക്ക് ആ വ്യക്തിയെ വഴിതിരിച്ചു വിടുന്നവരാകണം നമ്മൾ. ആ പഠിപ്പുരയിൽ ഇരിക്കുന്ന എന്നെ വളർത്തിയ ആ മനുഷ്യൻ എന്തെങ്കിലും ആയി മാറട്ടെ എന്ന് കണ്ട് അത് മുഴുവൻ മൊർദെഖായിയുടെ നാമത്തിൽ അവിടെ പാടും. അപ്പൊ അത് അറിഞ്ഞു, രണ്ടുപേരെ കയ്യേറ്റം ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളത് രാജാവ് അറിഞ്ഞിട്ട് അത് ദിനവൃത്താന്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ച ആ സന്ദർഭങ്ങളിലാണ് ഹാമാന് സ്ഥാനക്കയറ്റം നൽകുന്നത്. അപ്പം ദിനവൃത്താന്ത പുസ്തകത്തിൽ മൊർദെഖായിയെ കുറിച്ച് എഴുതിയിട്ടുണ്ടെങ്കിലും മൊർദെഖായിക്ക് ഒന്നും അതിനെ പ്രതി കൊടുത്തിട്ടില്ല. രേഖയായി എഴുത്തുണ്ടെന്നേ ഉള്ളൂ. രേഖയായി ഒരു എഴുത്ത്, തന്റെ മാന്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു എഴുത്ത് മൊർദെഖായിയെ കുറിച്ച് ഉണ്ടെന്നേ ഉള്ളൂ. അതിനുവേണ്ടി ഒന്നും ഇതുവരെ മൊർദെഖായിക്ക് കിട്ടിയില്ല. പക്ഷെ പകരം അപ്പുറം സൈഡ് ഹാമാന് സ്ഥാനക്കയറ്റം കിട്ടി. പക്ഷേ ഒരു രാത്രിയിൽ രാജാവ് ഉറങ്ങാൻ തുടങ്ങിയപ്പോ രാജാവിന് ഉറക്കം വന്നില്ല. രാജാവിന് ഉറക്കം വരാതെ രാജാവ് ദിനവൃത്താന്ത പുസ്തകം എടുത്തു വെച്ച് മറിച്ച് വായിക്കാൻ തുടങ്ങി. സാധാരണ ഒരു രാജാവിന് ഉറക്കം വരാതിരുന്നാൽ പരിചാരികളുടെ കൂടുതൽ ഉറങ്ങത്തിലേക്ക് വരാന് തനിക്ക് നല്ലൊരു നിദ്ര കിട്ടാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക ചെയ്യുന്നേ. പക്ഷെ രാജാവ് പറഞ്ഞു, ഞാനിനി ഉറങ്ങുന്നില്ല, ദിനവൃത്താന്ത പുസ്തകത്തിന്റെ താളുകൾ ഞാൻ മറിച്ചു നോക്കട്ടെ. കാരണം അതിനും ഒരു ദൈവ നിയോഗമുണ്ട്. ദൈവം മാനിക്കേണ്ട ഒരുവൻ, ദൈവം ഉയർത്തേണ്ട ഒരുവൻ, ദൈവത്തിന്റെ നിയോഗത്തിനകത്തുള്ളവൻ കാലങ്ങളായി ആ പഠിപ്പുരയിൽ അതിനകത്ത് ഇരിപ്പുണ്ട്. അവനെ ഉയർത്തേണ്ടതിന് ചില അധികാരികൾ ഉറക്കം കൊടുക്കാതെ ഇരിക്കുക. നമുക്ക് ലഭിക്കേണ്ട ഉയർച്ച നമുക്ക് ലഭിക്കാതിരിക്കുകയും അത് ലഭിക്കേണ്ടാത്തവർക്ക് അത് ലഭിക്കുകയും ചെയ്യുമ്പോൾ നാം ചഞ്ചലപ്പെടരുത്. അധികാരികളുടെ മനസ്സിനെ ഉണർത്തി അവരുടെ ഉറക്കത്തെ കെടുത്തി അവരെ ഉണർത്തിച്ച് നമുക്കുള്ള സ്ഥാനത്തിന്റെ താളുകൾ വർപ്പിക്കാൻ, ആ താളുകൾ വർപ്പിക്കാൻ ദൈവത്തിന് കഴിയും. നമുക്ക് കിട്ടേണ്ട മാന്യത നമുക്ക് ലഭിക്കാതിരിക്കുകയും നമുക്ക് കിട്ടേണ്ട ഉയർച്ച നമുക്ക് ലഭിക്കാതിരിക്കുകയും മറ്റൊരു വശത്ത് അത് ലഭിക്കേണ്ടാത്തവന് ലഭിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് തകരരുത്. അധികാരിയുടെ ഉറക്കം കെടുത്തി അവന് സ്വസ്ഥത കൊടുക്കാതെ നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി രേഖപ്പെടുത്തിയിരിക്കുന്ന താളുകൾ വർപ്പിക്കാൻ ദൈവത്തിന് കഴിയും. ഇത് ഈ താളിനകത്ത് എഴുതി വെച്ചിരിക്കുക, ദിനവൃത്താന്ത പുസ്തകത്തിലെ താളിനകത്ത്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, ഈ ദിനവൃത്താന്ത പുസ്തകത്തിനകത്ത് മൊർദെഖായിയെ കുറിച്ച് എഴുതിയിട്ടുണ്ടെന്നുള്ള ഓർമ്മ ഹാമാന് വരികയാണെങ്കിൽ നമുക്ക് പഠിക്കാനാ ഞാനിങ്ങനെ പറയുന്നത്. ഹാമാന് ഓർമ്മ വരികയാണെങ്കിൽ തനിക്കുള്ള സ്വാധീനം ഉപയോഗിച്ച്, തനിക്കുള്ള അധികാരം ഉപയോഗിച്ച് ആ ദിനവൃത്താന്ത പുസ്തകം എടുപ്പിച്ച് ആ താള് വലിച്ചു കീറിക്കാൻ നോക്കും. അല്ലെ, 100% നോക്കും. തനിക്കുള്ള അധികാരം വെച്ച്, തനിക്കുള്ള പദവി വെച്ച് മൊർദെഖായിയെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗത്തെ കീറിക്കളയാൻ നോക്കും. പക്ഷേ ഹാമാൻ അത് അറിയുന്നതിന് മുൻപ്, അത് ഹാമാന്റെ കയ്യിലെത്തുന്നതിന് മുൻപ് രാജാവിനെ കൊണ്ട് അതിന് തീർപ്പ് കൽപ്പിക്കുന്ന ഒരു ദൈവമായിരുന്നു നമ്മുടെ ദൈവം. നമ്മുടെ എഴുതി വെച്ചിരിക്കുന്ന നമ്മുടെ അനുഗ്രഹത്തെ, നമ്മുടെ ഉയർച്ചയെ അത് തകർക്കാൻ നോക്കുന്നവന്റെ കയ്യിൽ കിട്ടുന്നതിന് മുൻപ് അത് ഉയർത്തേണ്ടവന്റെ കയ്യിൽ തന്നെ കിട്ടി. നമുക്കുള്ള മാന്യത തരുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ കുറിച്ച് എഴുതി
ഇരിക്കുന്നത് നമ്മെ തകർക്കാൻ നോക്കുന്നവന്റെ കയ്യിൽ കിട്ടാണ്. അത് നമ്മെ ഉയർത്തേണ്ടവന്റെ കയ്യിൽ തന്നെ ലഭിക്കാവുന്ന ഒരു ദൈവമാണ്. അങ്ങനെ ലഭിച്ചു. അത് താളുകൾ മറിച്ചു നോക്കിയപ്പോ രാജാവിന് ഒരു ചിന്ത, എന്നെ രക്ഷിക്കാൻ വേണ്ടി കാര്യങ്ങൾ അറിയിച്ച മൊർദെഖായി അവിടെ ഇരിക്കുക, അവന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇതിങ്ങനെ ചിന്തിച്ചു വരുമ്പോഴാണ് പുറത്ത് മൊർദെഖായിയെ തകർക്കാനുള്ള രേഖയും കൊണ്ട് ഹാമാൻ പുറത്തു നിൽക്കുന്നത്. കയറി ചെന്നപ്പോ രാജാവ് ചോദിച്ചു, രാജാവ് മാനിക്കാനിരിക്കുന്നവനെ എന്തെല്ലാം ചെയ്യണം? അപ്പം ഹാമാന്റെ അകത്തെ ചിന്ത, എന്നെ അല്ലാതെ ആരെ ഉയർത്താനാ? എന്നെ അല്ലാതെ ഇപ്പം ആരെ ഉയർത്താനാ? ഇപ്പൊ ഒരു സ്ഥാനക്കയറ്റം തന്നേ ഉള്ളൂ, അതിന്റെ ഇടയിൽ വേറൊരു സ്ഥാനക്കയറ്റം ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇപ്പൊ ഒരു സ്ഥാനക്കയറ്റം എനിക്ക് കിട്ടിയതേ ഉള്ളൂ, അതിന്റെ ഇടയിൽ വേറെ ഒരു സ്ഥാനക്കയറ്റം കൂടെ. രാജാവ് എന്നെ അല്ലാതെ ആരെ മാനിക്കാനാ? കുറച്ചുകൂടെ കഴിഞ്ഞ് മതിയായിരുന്നു എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ കണക്കൂട്ടുക. കുറച്ചുകൂടെ ഇപ്പൊ കഴിഞ്ഞവരൊന്നും കയറിയതല്ലേ ഉള്ളൂ, ഒന്ന് അവരോധിച്ചതല്ല ഉള്ളു. അവിടെ എനിക്ക് തന്നെ കിട്ടേണ്ട കുറച്ച് കഴിഞ്ഞ് മതിയായിരുന്നു, മനസ്സിൽ സ്വപ്നം കാട്ടുക. അതുകൊണ്ട് പുള്ളി പറഞ്ഞു, കുതിരപ്പുറത്ത് കയറ്റണം, രാജാവ് മാനിക്കാൻ പോകുന്നതാണ്, ഇങ്ങനെയൊക്കെയാ ഉയർത്തേണ്ടെന്ന് പറയാ. കാരണം എന്നെയാണല്ലോ. ഓർത്തോർത്തോർത്ത് പറയുക. ഓർത്തോർത്തോർത്ത് പറയാൻ തുടങ്ങിയപ്പം അവസാനം രാജാവ് പറഞ്ഞു, അതല്ല നീ പറഞ്ഞതുണ്ടല്ലോ, അതെല്ലാം അവിടെ ഇരിക്കുന്ന മൊർദെഖായിക്ക് വേണ്ടി ചെയ്യണം. അടുത്ത വാചകം, അതിലൊന്നും കുറയ്ക്കരുത്. അതിലൊന്നും കുറയ്ക്കരുത്. കാരണം നിനക്ക് കിട്ടുമെന്ന് വെച്ചല്ലേ നീ ഇതിങ്ങനെ പറഞ്ഞത്. അത് നിനക്കല്ല, ആ പ്രാർത്ഥിക്കുന്നവനാണെന്ന് അറിയുമ്പോ നീ കുറയ്ക്കാൻ നോക്കും. നമ്മുടെ പ്രശംസയും നമ്മുടെ ദൈവനിയോഗവും നമ്മുടെ വാഗ്ദത്തവും പിശാച് കേട്ടോണ്ടിരിക്കുമ്പോ, അത് ആരാധിക്കുന്ന നിനക്കാണെന്ന് അറിയുമ്പോ, പ്രാർത്ഥിക്കുന്ന നിനക്കാണെന്ന് അറിയുമ്പോ, കണ്ണുനീര് ഒഴിക്കുന്ന നിനക്കാണെന്ന് അറിയുമ്പോ, അത് വെട്ടിച്ചുരുക്കാൻ നോക്കുന്ന ശക്തികളുണ്ട്. അവരോട് ദൈവാത്മാവ് പറയുകയാണ്, അതിലൊന്നും കുറയ്ക്കരുത്, അതിലൊന്നും കുറയ്ക്കരുത്. നീ ഇത് നിനക്കാണെന്ന് കരുതിയില്ലേ പറഞ്ഞേ? അത് ആരാധിക്കുന്നവനും പ്രാർത്ഥിക്കുന്നവനും ഉപവസിക്കുന്നവനും ഏങ്ങലടിച്ച് അവിടെ പരിവാദിക്കലിരുന്ന് കരയുന്നവനുമാണെന്ന് അറിയുമ്പോഴുണ്ടല്ലോ, നീ അത് ഇല്ലാതാക്കാൻ നോക്കിയില്ലേലും അത് കുറയ്ക്കാൻ നോക്കും. അതിലൊന്നും കുറയ്ക്കരുത്. അതെല്ലാം ആ മൊർദെഖായിക്ക് വേണ്ടി ചെയ്തേ. കഴുകുമരം ഒരുക്കിയിട്ട് ഇതെല്ലാം ആയിട്ട് ഇനി മാനിക്കാൻ പോകുന്ന മൊർദെഖായി ആണെന്ന് അറിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ പറഞ്ഞു, നീ അവന്റെ മുൻപിൽ വീഴാൻ തുടങ്ങി. അവൻ യഹൂദനാണെങ്കിൽ നീ അവനെ ജയിക്കത്തില്ല. അവൻ യഹൂദൻ എന്ന വാക്കിന്റെ അർത്ഥം സ്തുതിക്കുന്നവനെന്ന, ആരാധിക്കുന്നവനെന്ന, പ്രാർത്ഥിക്കുന്നവനാണെന്ന. നീ അവനെ ജയിക്കത്തില്ല. അവൻ കഴുകുമരം ഒരുക്കുന്നവനല്ല, നീ ചെയ്യുന്നതിന് തിരിച്ചു ചെയ്യുന്നവനല്ല, നീ ചെയ്യുന്നതിന്റെ ഇരട്ടി അവിടെ ഇരുന്ന് കരയത്തേ ഉള്ളൂ. പക്ഷെ യഹൂദനാകൊണ്ട് നീ അവനെ ജയിക്കത്തില്ല, നീ അവനെ ജയിക്കത്തില്ല. എന്തുമാത്രം തന്ത്രങ്ങൾ മെനഞ്ഞാലും ജയിക്കുന്നത് ആരാധിക്കുന്നവനാണ്, പ്രാർത്ഥിക്കുന്നവനാണ്, ആരാധിക്കുന്നവനാണ്. നമ്മളൊന്നും തിരിച്ചു ചെയ്യുന്നില്ല, നമ്മളൊന്നും തിരിച്ചു ചെയ്യുന്നില്ല. നമുക്ക് കിട്ടിയതിന് പകരം നാം ഒന്നും ചെയ്യുന്നില്ല. നമുക്കറിയാവുന്നത് 8 കുറയ്ക്കാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് വേണ്ടി തിരിച്ചു ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ.